നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. 5 വർഷം കൊണ്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചു എന്ന് MK രാഘവൻ. UPA സർക്കാരിന്റെ അഴിമതിക്കെതിരെയുള്ള വികാരവും മോദി തരംഗവും BJPക്ക് അനുകൂലമാണെന്ന് CK പത്മനാഭൻ. അശാസ്ത്രീയമായ വൺ-വേ ട്രാഫിക് പരിഷ്കാരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച്. ഷൊർണൂർ കോഴിക്കോട് റെയിൽപാതയിലെ വൈദ്യുതീകരണ നടപടികൾ മെയ് മാസം അവസാനത്തോടെ പൂർത്തിയാകുമെന്ന് സദേൺ റെയിൽവേ ജനറൽ മാനേജർ രാകേഷ് മിശ്ര. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് മണ്ഡലത്തിലെ വികസനത്തിന് 5 വർഷം കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചതായി MK രാഘവൻ. എന്നാൽ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്ത കാര്യങ്ങൾ മാത്രമേ രാഘവൻ ചെയ്തിട്ടുള്ളൂവെന്നും UPA സർക്കാരിന്റെ അഴിമതിക്കെതിരെയുള്ള ജനങ്ങളുടെ വികാരവും മോദി തരംഗവും BJPക്ക് അനുകൂലമാണെന്നും BJP സ്ഥാനാർത്ഥി CK പത്മനാഭൻ പറഞ്ഞു. കോഴിക്കോട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ചലോ ദില്ലി പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി സംഘടിപ്പിച്ചുവരുന്ന ചലോ ഡൽഹി എന്ന മുഖാമുഖം പരിപാടിയുടെ ഭാഗമായാണ് കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവനും BJP സ്ഥാനാർത്ഥി CK പത്മനാഭനും പ്രസ് ക്ലബ്ബിലെത്തിയത്. പ്രസിഡന്റ് കമാൽ വരദൂരിന്റെ അധ്യക്ഷതയിലാണ് പരിപാടി നടന്നത്. നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ തനിക്കായെന്നും തികച്ചും ആത്മവിശ്വാസത്തോടെയാണ് താനുള്ളതെന്നും MK രാഘവൻ പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വികസനവും മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്യാൻസർ സെന്റർ ഇംഹാൻസ് എന്നിങ്ങനെയുള്ള ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളും രാഘവൻ വിവരിച്ചു. ESI സബ് രജിസ്ട്രാർ ഓഫീസ് നിർദ്ദേശിനായി 540 കോടിയുടെ ഭരണാനുമതി, വെള്ളയിൽ പുതിയപ്പ ഫിഷിംഗ് ഹാർബർ നവീകരണ പ്രവൃത്തികളടക്കം തന്റെ നേട്ടമാണെന്നും MK രാഘവൻ പറഞ്ഞു. വികലാംഗ ക്ഷേമത്തിനായി വെള്ളിമാടുകുന്നിലുള്ള കേന്ദ്രത്തിന്റെ പ്രവർത്തനവും തന്റെ ഭരണത്തിന്റെ ഫലമാണെന്നും MK രാഘവൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങളുടെ സഹായവും ക്രിയാത്മകമായ വിമർശനവും MP എന്ന നിലയിൽ എനിക്കേറെ മുന്നോട്ട് പോകാൻ സഹായിച്ച ഘടകങ്ങളാണ്. കോഴിക്കോടിന് വേണ്ടി നിരന്തരം ഇടപെടാൻ പ്രേരക ശക്തിയായി മാറിയത് മാധ്യമങ്ങൾ തന്നെയാണ്. കോഴിക്കോട് ചെയ്യാൻ സാധിച്ച കാര്യങ്ങൾ ഇനി മാധ്യമ ജനങ്ങളും വിലയിരുത്തട്ടെ എന്നാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ളതായി. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് തുടക്കമിടാൻ സാധിച്ചു. അതിൽ വളരെ പ്രധാനമായും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണമാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ടാണ് നമുക്ക് മാത്രം ലിഫ്റ്റ് ലഭിച്ചിട്ടുള്ളത്. എസ്കലേറ്ററും ആദ്യം നമുക്കാണ് ലഭിച്ചത്, പക്ഷെ തുടങ്ങാൻ അല്പം താമസിച്ചു. എന്ന് മാത്രമല്ല, കോഴിക്കോട് അന്താരാഷ്ട്ര പദവിയിലുള്ള റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് റെയിൽവേ ബോർഡ് നിശ്ചയിക്കപ്പെട്ട കിറ്റ്കോ ഏജൻസി 323 കോടിയുടെ ഒരു മാസ്റ്റർ പ്ലാൻ ബോർഡിന് സമർപ്പിച്ചു കഴിഞ്ഞു. റെയിൽവേക്ക് സ്വന്തമായി ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് PPP അടിസ്ഥാനത്തിൽ ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ അതിന്റെ പ്രോസസ്സിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് റെയിൽവേക്ക് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ, റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം. ആ മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുക. ഇവിടെ വീണ്ടും കോഴിക്കോട് തിരിച്ചു കിട്ടി അതിന്റെ കെട്ടിട നിർമ്മാണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അതുപോലെ ESI സബ് റീജിയണൽ ഓഫീസ് വളരെ കാലത്ത് കോഴിക്കോട് ജനങ്ങളുടെ ആവശ്യമാണ്. 1,42,000 തൊഴിലാളികൾ കാസർഗോഡ് മുതൽ മലപ്പുറം വരെ ESI ആനുകൂല്യമാണെങ്കിൽ തൃശ്ശൂർ പോകണമായിരുന്നു. തൃശ്ശൂർ പോകേണ്ട കോഴിക്കോട് വന്നാൽ മതി, അത് യാഥാർത്ഥ്യമായിരിക്കും. ഫുട്വെയർ ഡിസൈൻ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 20 ഏക്കർ ഭൂമിയുടെ പ്രൊജക്റ്റാണ്. നിർദ്ദേശ് കഴിഞ്ഞ ജനുവരി മാസം അതിന്റെ മാസ്റ്റർ പ്ലാൻ 540 കോടിയുടെ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചു. അതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങാൻ പോവുകയാണ്. അതുപോലെ സ്റ്റീൽ കോംപ്ലക്സ് വളരെ കാലമായി നഷ്ടത്തിലായിരുന്നു. സ്റ്റീലുമായി സംയുക്ത സംരംഭമെന്ന് നാം ആദ്യം പറഞ്ഞുവെങ്കിൽ പിന്നീട് VFR പെട്ടതുകൊണ്ട് പീഡിത വ്യവസായമായതുകൊണ്ട് പുറത്തു വരാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ UDF ഗവൺമെന്റിനെ കൊണ്ട് അത് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു. 64 കോടി രൂപയുടെ റീറോളിംഗ് മില്ലിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ രാഘവന് MP എന്ന നിലയിൽ കാര്യമായൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ് രാഘവൻ നടത്തിയിട്ടുള്ളതെന്നും BJP സ്ഥാനാർത്ഥി CK പത്മനാഭനും ആരോപിച്ചു. UPA ഗവൺമെന്റിന്റെ തെറ്റായ വികസന നയത്തിനെതിരെ രാജ്യം മുഴുവൻ പൊതുവികാരം ഉണർന്നിരിക്കുകയാണെന്നും ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുകയാണെന്നും
മോദി തരംഗവും അഴിമതി വിരുദ്ധ തരംഗവും ബിജെപിക്ക് ഗുണം ചെയ്യുമെന്നും CK പത്മനാഭൻ കൂട്ടിച്ചേർത്തു. സാധാരണ നിലയിൽ സർക്കാർ ഒരു തീരുമാനമെടുത്താൽ അത് പ്രാവർത്തികമാക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള അതിന്റെ ഭരണ സംവിധാനമാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ രാജ്യത്തിലെ വിവിധ വകുപ്പുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ നടത്താൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഈ പട്ടികയിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു ഭരണത്തിലിരിക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിൽ പങ്കാളിത്തമുള്ള ജനപ്രതിനിധികൾ അവർ ദീർഘവീക്ഷണത്തോടുകൂടിയും നിശ്ചയദാർഢ്യത്തോടുകൂടിയും രാജ്യത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനം സാക്ഷാത്കരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കി അത് ഫലപ്രദമായി നടപ്പാക്കുമ്പോഴാണ് പാർലമെന്ററി ജനാധിപത്യത്തിലെ ജനപ്രതിനിധികളുടെ പ്രവർത്തനം ജനങ്ങൾക്ക് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രയോജനപ്പെടുന്നത്. ആ ഒരു അർത്ഥത്തിലുള്ള പ്രവർത്തനം നിർഭാഗ്യവശാൽ കോഴിക്കോട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നടന്നു കാണുന്നില്ല. അത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ 10 വർഷമായി കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റിന്റെ വികലമായ വികസന നയത്തിന്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ നാം പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കാതെ പോയിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റിലയൻസ് പോലുള്ള ബഹുരാഷ്ട്ര കുത്തകൾക്ക് UPA പോലെ നരേന്ദ്രമോദിയും സഹായിച്ചു എന്ന ആരോപണത്തിന് മറുപടിയായി വികസന പ്രവർത്തനങ്ങൾക്ക് സ്വകാര്യ മൂലധനം ഉപയോഗിക്കാമെന്നും സ്വകാര്യ മൂലധനം ഉപയോഗിക്കുന്ന തെറ്റില്ലെന്നും CKP കൂട്ടിച്ചേർത്തു. BJPയെ പരാജയപ്പെടുത്താൻ UDFും LDFും ഒത്തുകളിക്കുകയാണെന്നും CKP ആരോപിച്ചു. അശാസ്ത്രീയമായ വൺ വേ ട്രാഫിക് പരിഷ്കാരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി K. സേതുമാധവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായ വൺ വേ പരിഷ്കാരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ലിങ്ക് റോഡ്, കല്ലായി, മേലെപ്പാളയം യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി K. സേതുമാധവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായ ഒരു റോഡ് പരിഷ്കാരം വന്നപ്പോൾ അതിന്റെ പിറ്റേ ദിവസം തന്നെ ബഹുമാനപ്പെട്ട ട്രാഫിക് വിഭാഗത്തെയും അതുപോലെ തന്നെ പോലീസ് അധികാരികളെയും ഞങ്ങൾ ഏകോപന സമിതി നേരിട്ട് പോയി കണ്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഇതൊരു പരീക്ഷണമാണ്, താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള ഒരു പരീക്ഷണം മാത്രമാണ് നടപ്പിലാക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു ശരി, സമ്മതിക്കാം, പരീക്ഷണങ്ങൾ വേണം, വികസനം വേണം, അതുപോലെ തന്നെ അശാസ്ത്രീയമായ ചില റോഡ് പരിഷ്കാരങ്ങൾ, ഏതെങ്കിലും മന്ത്രിയുടെ ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാൾ വിദേശത്ത് പോയി തിരിച്ചു വരുമ്പോൾ അവിടെ കാണുന്ന ചില പരിഷ്കാരങ്ങൾ, നമുക്കറിയാം വികസിത രാജ്യങ്ങളിൽ ട്രാഫിക് പരിഷ്കാരങ്ങൾ വളർത്തുമ്പോൾ അവിടെ കച്ചവട സ്ഥാപനങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ട്രാഫിക് പരിഷ്കാരങ്ങൾ വളർത്തുന്നത്. അതിനു പകരം കോഴിക്കോട് ജില്ലയിൽ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന, ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളാണ് ഇതെല്ലാം. ആ മേഖലകളിൽ കഴിഞ്ഞ ദിവസം ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷം ഉണ്ടായ കച്ചവടങ്ങൾ എത്ര കണ്ട് കുറഞ്ഞു എന്നുള്ളത് ഞാൻ പറയണ്ട, നിങ്ങൾ പത്രദൃശ്യ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളോ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. PV ഉസ്മാൻ കോയ അധ്യക്ഷത വഹിച്ചു. സക്കീർ, ശ്രീകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഷൊർണൂർ കോഴിക്കോട് റെയിൽപാതയിലെ വൈദ്യുതീകരണ നടപടികൾ മെയ് മാസം അവസാനത്തോടെ പൂർത്തിയാകുമെന്ന് സദേൺ റെയിൽവേ ജനറൽ മാനേജർ രാകേഷ് മിശ്ര. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ മെഡിക്കൽ ബൂത്ത് സ്ഥാപിക്കുമെന്നും മിശ്ര മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഷൊർണൂർ കോഴിക്കോട് റെയിൽപാതയിലെ വൈദ്യുതീകരണ നടപടികൾ മെയ് മാസം അവസാനത്തോടെ പൂർത്തിയാക്കുമെന്ന് സദേൺ റെയിൽവേ ജനറൽ മാനേജർ രാകേഷ് മിശ്ര പറഞ്ഞു. കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. I only hope that we will be in a position to carry on with the good work even in future. This is one of my major stations. Otherwise, Vadakara is also one of the A category stations of this area. As far as Calicut station is concerned, it has now got 2 escalators and as many as 3 lifts which are already functional. A few facilities which we are going to be developing in future will be a kind of a medical booth which we will try to set up in conjunction with some local reputed hospital
they will be able to support us. We will put it up here with the paramedical staff, and we will try to give them parking space for their ambulance free of cost, so that they can help us in case there is a passenger who requires some medical attention. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ മെഡിക്കൽ ബൂത്ത് സ്ഥാപിക്കും. കോഴിക്കോട് റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ പ്രവർത്തനം തൃപ്തികരമാണ്. സദേൺ റെയിൽവേയിൽ ഏറ്റവും നന്നായി പരിപാലിക്കപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനാണ് കോഴിക്കോടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 16ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ വിജയിപ്പിക്കാൻ പ്രവാസികളുടെ പിന്തുണ ഉറപ്പിക്കാൻ ദുബായ് KMCC രംഗത്തിറങ്ങും. UPA ഗവൺമെന്റ് അധികാരത്തിൽ തിരിച്ചെത്തേണ്ടതിന്റെ ആവശ്യകത പ്രവാസികളെ ബോധ്യപ്പെടുത്താൻ തക്കവണ്ണമുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 16ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ വിജയിപ്പിക്കുന്നതിന് പ്രവാസികളുടെ പിന്തുണ അർപ്പിച്ച ദുബായ് KMCC രംഗത്തിറങ്ങുന്നു. തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും UPA ഗവൺമെന്റ് അധികാരത്തിൽ തിരിച്ചെത്തേണ്ട ആവശ്യകതയും ബോധ്യപ്പെടുത്തി പ്രവാസികൾക്കിടയിൽ ശക്തമായ പ്രചരണ പ്രവർത്തനം നടത്തിവരികയാണെന്ന് KMCC ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇവിടെ ഒരു സുസ്ഥിരതയുള്ള ഗവൺമെന്റും ഒരു മതേതരത്വ ജനാധിപത്യം നിലനിർത്തുന്ന ഒരു ഗവൺമെന്റും ഇവിടെ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്നതുകൊണ്ട് തന്നെ UPA ഗവൺമെന്റിനെ വീണ്ടും അധികാരത്തിലെത്തണം എന്ന രീതിയിലാണ് KMCC ഞങ്ങളുടെ പ്രചാരണ പ്രവർത്തനങ്ങളും മറ്റും നടത്തി വരുന്നത്. അതിൽ പ്രവാസികളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒട്ടനവധി കാര്യങ്ങളിൽ ആശ്വാസകരമായ സമീപനം UPA ഗവൺമെന്റിൽ നിന്നുണ്ടായി എന്നത് വളരെ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഘടകമാണ്. അതിൽ പ്രധാനമായിട്ട് പ്രവാസി വോട്ടവകാശം. പലപ്പോഴും പ്രവാസികൾക്ക് വിദേശത്ത് പോയി എന്ന കാരണം കൊണ്ട് തന്നെ അവർ ഇന്നലെ പോയി തിരിച്ച് നാളെ വന്ന് മറ്റന്നാൾ തെരഞ്ഞെടുപ്പാണെങ്കിൽ വോട്ട് ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായിരുന്നത്. അത് ഞങ്ങളുടെ ശക്തമായ ആവശ്യങ്ങൾ ഉന്നയിച്ചു പ്രവാസികൾക്ക് വോട്ടവകാശം ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു എന്നത് തന്നെ ഏറ്റവും വളരെ പ്രാധാന്യമായ ഒരു കാര്യമാണ്. വർഷങ്ങളായുള്ള പ്രവാസി വോട്ടവകാശം എന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിന് അനുകൂലമായ തീരുമാനമെടുത്ത UPA സർക്കാരാണെന്നും വിദേശത്തു നിന്നുള്ള ഓൺലൈൻ വഴി വോട്ട് ചേർക്കാനുള്ള അവസരം കൂടി പ്രവാസികൾക്ക് ലഭ്യമാക്കിയതിൽ നന്ദിയുണ്ടെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. ദുബായ് KMCC സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഇബ്രാഹിം മുറിച്ചാണ്ടി, സെക്രട്ടറി OK ഇബ്രാഹിം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഐഡിയ സെല്ലുലർ കമ്പനി കമ്മീഷൻ വെട്ടിച്ചുരുക്കിയതായ ആരോപണവുമായി മൊബൈൽ ഫോൺ റീറ്റെയിലേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. പ്രമുഖ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികൾ 15 വർഷത്തോളമായി നൽകി വരുന്ന കമ്മീഷൻ വെട്ടിച്ചുരുക്കുന്ന നടപടിയാണ് സ്വീകരിച്ചു വരുന്നതെന്ന് മൊബൈൽ ഫോൺ റീറ്റെയിലേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഐഡിയ 100 രൂപയ്ക്ക് 4 രൂപ കമ്മീഷൻ എന്നത് ഇപ്പോൾ 100 രൂപയ്ക്ക് 70 പൈസയാക്കി കുറച്ചിരിക്കുകയാണെന്നും കമ്പനിയുടെ നടപടി ധിക്കാരപരമാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 4 മാസത്തോളമായി നമ്മൾ സമരത്തിലാണ്. സൂചനാന്നോളം നെറ്റ് റീചാർജുകളും ബോണസ് റീചാർജുകളും നിർത്തിവെച്ചിട്ടാണ് നമ്മൾ സമരം തുടങ്ങിയത്. എന്നിട്ട് അവരുമായി നിവേദനം കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടും ഇതുവരെ കമ്പനി നമ്മളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ചർച്ചക്കോ തയ്യാറായിട്ടില്ല. അതിനുശേഷം നമ്മൾ ആക്ടിവേഷൻ നിർത്തിവെച്ചു. എന്നിട്ട് കമ്പനി തയ്യാറായിട്ട് പ്രതിഷേധിച്ച് ഫെബ്രുവരി 10 മുതൽ ഐഡിയയുടെ എല്ലാ റീചാർജുകളും നമ്മൾ നിർത്തിവെച്ച് സമരം തുടങ്ങുകയായിരുന്നു. എന്നാൽ കമ്പനി അധികം ചർച്ചയ്ക്ക് തയ്യാറാവാതെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയെയും കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയെയും ആക്രമിക്കുകയും സംസ്ഥാന നേതാക്കൾക്കെതിരെ കുറ്റചാരണങ്ങളും നടത്തിവരികയാണ് ഉണ്ടായത്. കമ്പനി ഗുണ്ടകളെ ഉപയോഗിച്ച് അസോസിയേഷൻ ഭാരവാഹികളെ ആക്രമിക്കുകയും കള്ളക്കേസിൽ കുടുക്കുകയാണെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അലുമിനിയം ഫാബ്രിക്കേഷൻസ് വർക്കേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ സമ്മേളനം ടൗൺ ഹാളിൽ നടത്തി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി T ദാസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ സമ്മേളനം ടൗൺ ഹാളിൽ നടന്നു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി T ദാസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ എടുത്തുവരുന്ന നയസമീപനങ്ങൾ രാജ്യത്തെമ്പാടുമുള്ള കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വ്യവസായത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും
സംഘടിത മേഖലയിലും അസംഘടിത മേഖലയിലും പണിയെടുക്കുന്ന കോടിക്കണക്കിന് വരുന്ന തൊഴിലാളികൾക്കും സാധാരണ ജനങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശം ചോദ്യം ചെയ്യുന്ന ഭരണാധികാരികൾ ഈ സന്ദർഭത്തിൽ കോർപ്പറേറ്റ് മുതലാളിമാരെയാണ് സഹായിക്കുന്നത്. സംഘടനാ ജില്ലാ പ്രസിഡന്റ് KT അലവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ബിജു മേൽപ്പള്ളി, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി N രാജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓവർബ്രിഡ്ജുകളിലൊന്നായ CH ഓവർബ്രിഡ്ജിന്റെ ഫുട്പാത്തുകൾ പലയിടത്തും തകർന്നു. പാലത്തിൽ പലയിടങ്ങളിലും വെളിച്ചമില്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. മാനാഞ്ചിറയ്ക്ക് സമീപമുള്ള CH ഓവർബ്രിഡ്ജിന്റെ ഫുട്പാത്ത് തകർന്നിട്ട് നാളുകളേറെയായി. പലയിടങ്ങളിലും കോൺക്രീറ്റ് സ്ലാബ് പൊട്ടി വലിയ കുഴികൾ തന്നെ രൂപം കൊണ്ടിട്ടുണ്ട്. കോൺക്രീറ്റ് സ്ലാബുകൾ ഒരുമിച്ച് തകർന്നിരിക്കുന്നതും ഇവിടെ കാണാം. അതുകൊണ്ട് തന്നെ ഫുട്പാത്തിലൂടെ സഞ്ചരിക്കുന്നവർ റോഡിലിറങ്ങി നടക്കേണ്ട അവസ്ഥയാണുള്ളത്. രാത്രിയായാൽ അപകട സാധ്യത വർദ്ധിക്കുന്നു. പാലത്തിൽ ആവശ്യത്തിന് വെളിച്ചമില്ലാത്തത് കാരണം പൊളിഞ്ഞ ഫുട്പാത്ത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓവർബ്രിഡ്ജുകളിലൊന്നിൽ നിലനിൽക്കുന്ന ഈ അപകടം പരിഹരിക്കാനാവശ്യമായ നടപടികൾ അധികാരികൾ സ്വീകരിക്കണം. ORC-യുടെയും ICDS ജില്ലാ അതോറിറ്റിയുടെയും സഹകരണത്തോടെ കോർപ്പറേഷൻ അർബൻ 2-ലെ അംഗനവാടി ടീച്ചർമാർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. 140ഓളം അംഗനവാടി ടീച്ചർമാർ ശില്പശാലയിൽ പങ്കെടുത്തു. ORC-യുടെയും ICDS ജില്ലാ അതോറിറ്റിയുടെയും സഹകരണത്തോടെ കോർപ്പറേഷൻ അർബൻ 2-ലെ അംഗനവാടി ടീച്ചർമാർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ സൈനികക്ഷേമ ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാലയിൽ പാരന്റിംഗ്, ബ്രെയിൻ ഗ്രോത്ത് എന്നീ വിഷയങ്ങളിൽ ക്ലാസ് നടന്നു. മുരളീധരൻ പാലേരി, ഹേമബാലൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ചിലപ്പോൾ അവരുടെ മക്കളെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷെ അവരുടെ കുട്ടികളെ അതുകൊണ്ടാണ് പോയിരിക്കുന്നു, അതുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. കുട്ടികളെ കൊണ്ട് പ്രശ്നമില്ലാത്ത ആളുകൾ വരാറില്ല. അങ്ങനെയല്ല, പാരന്റിംഗ് എന്ന് പറയുന്നത് സ്വന്തം മക്കൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉള്ളത്. ഒരു പാരന്റ് എന്നുള്ളത് നമ്മളുടെ ഒരു കഴിവാണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇമോഷണൽ, മാനസികമായിട്ടുള്ള ആൻഡ് ഇന്റലക്ച്വൽ ആണ് ഏറ്റവും അവനെ മുന്നോട്ട് കൊണ്ടുപോയി സ്വപ്നങ്ങൾ കണ്ട് അവൻ ജീവിതത്തിൽ വളരെ മുന്നോട്ട് പോകുന്ന ഒരാളായി, അല്ലാതെ വെറും ഡോക്ടറും എഞ്ചിനീയറും മാത്രമല്ല. 140ഓളം അംഗനവാടി ടീച്ചർമാരാണ് ക്ലാസ്സിൽ പങ്കെടുത്തത്. SSLC പരീക്ഷയിൽ വിജയശതമാനം വർദ്ധിപ്പിക്കുവാനുള്ള കഠിന പരിശ്രമത്തിലാണ് കിണാശ്ശേരി GVHSS-ലെ വിദ്യാർത്ഥികളും അധ്യാപകരും. വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ക്ലാസ് നൽകി വിജയശതമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ. SSLC പരീക്ഷയിലെ വിജയശതമാനം വർദ്ധിപ്പിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് വിദ്യാർത്ഥികളോടൊപ്പം കിണാശ്ശേരി GVHS-ലെ അധ്യാപകരും രക്ഷിതാക്കളും. ദിവസവും രാവിലെ 9:30 മുതൽ 12:30 വരെ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ക്ലാസ് നൽകുകയാണിവിടെ. ഞായറാഴ്ച ഉൾപ്പെടെയുള്ള അവധി ദിവസങ്ങളിലും പ്രത്യേക ക്ലാസുകൾക്ക് മുടക്കമില്ല. SSLC പരീക്ഷ തുടങ്ങുന്ന ഉച്ചക്കാണ് പരീക്ഷ. 1:30 തുടങ്ങുമ്പോൾ നമ്മളിവിടെ രാവിലെ 9 മണിക്ക് സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ് ആരംഭിക്കും. ഇവിടെ ക്ലാസ് എടുക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയിട്ടുള്ള വാസു മാസ്റ്ററാണ്. അങ്ങനെ മികച്ച അധ്യാപകരെ കൊണ്ടുവന്നു. നമ്മുടെ സ്കൂളിലെ മികച്ച അധ്യാപകരും കൂടിച്ചേർന്നാണ് ഇത്തരത്തിലുള്ള ക്ലാസ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും കിണാശ്ശേരി ഹൈസ്കൂളിൽ ഏറ്റവും അധികം വിജയം നമ്മൾ പ്രതീക്ഷിക്കുന്നു. PTയുടെ ശക്തമായ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ അധ്യാപകരുടെയും പരിപൂർണ സഹകരണത്തോടുകൂടി തിരിച്ച് HMന്റെ നിർദ്ദേശങ്ങൾ അതേപടി മുഴുവൻ അധ്യാപകർ അനുസരിക്കുകയും PTA രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണങ്ങളും PTയുടെ ഭാഗത്തു നിന്ന് നൽകുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 2-3 വർഷമായി തുടർച്ചയായി സ്കൂളിനെ ഉന്നത വിജയത്തിലെത്തിക്കുന്നതിന് വേണ്ടി ഈ നാട്ടുകാരുടെയും ഇവരുടെ മുഴുവൻ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടു കൂടി നല്ലൊരു മാറ്റം ഈ സ്കൂളിൽ വരുത്തുന്നതിന് വേണ്ടി കുട്ടികൾക്ക് സാധാരണക്കാരായ കുട്ടികളെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകാൻ നമ്മൾ കഴിവിൻ്റെ പരമാവധി ഇവിടെയുള്ള ആളുകൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും തുടർച്ചയായിട്ട് റിസൾട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും നല്ല വിജയശതമാനം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. PTA-യുടെ നല്ല സഹകരണവും ലഭിക്കുന്നുണ്ട്. സ്കൂളിലെ ഹെഡ്മാസ്റ്റർ സെയ്ദ് മുഹമ്മദ്, PTA പ്രസിഡന്റ് നൌഷാദ്, ജയപ്രസാദ്, ജൈനേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. കാരന്തൂർ പെർലീസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി മുതിർന്ന പൌരന്മാരുടെ സംഗമം സംഘടിപ്പിച്ചു. പരിപാടി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് K. നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കാരന്തൂർ പെർലീസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി മുതിർന്ന പൌരന്മാരുടെ സംഗമം സംഘടിപ്പിച്ചു. പരിപാടി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് K. നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. മോഹനൻ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മെഹറൂഫ് രാജ്, കോയ മാസ്റ്റർ ഹബീബ് കാരന്തൂർ, അബ്ദുറഹ്മാൻ ഇടക്കുനി, വിജയൻ കാരന്തൂർ, ബഷീർ പുതുക്കുടി തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു കാലത്ത് ദാരിദ്ര്യം അനുഭവിച്ച് കഞ്ഞിടിക്കാൻ വകയിലേക്ക് ഉണ്ടായിരുന്ന ഗണപതി വിഗ്രഹങ്ങൾ അടക്കം ഇല്ലത്തെ പൊട്ടക്കുളത്തിൽ കൊണ്ടിട്ട് എനിക്ക് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ
എന്തൊരു മാർഗം കണ്ടുപിടിക്കാൻ പാകില്ലായിരിക്കും. ആ ഗണപതി ഇന്നിപ്പോ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന്റെ മടിയിൽ ഉണ്ണിയെ പോലെ ഇരിക്കുകയാണ്. മടവൂർ മൃഗാശുപത്രിയുടെയും മടവൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മൃഗസംരക്ഷണ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു മോഹൻ ഉദ്ഘാടനം ചെയ്തു. മടവൂർ മൃഗാശുപത്രിയുടെയും മടവൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മൃഗസംരക്ഷണ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. മടവൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാർ മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം ബോധവൽക്കരണ ക്ലാസുകൾ നമ്മുടെ ക്ഷീരസംഘങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കുറച്ചുകൂടി പ്രാതിനിധ്യത്തോടുകൂടി നടപ്പിലാക്കുകയാണെങ്കിൽ ഏറെ പ്രയോജനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും എന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാലുൽപാദനം ഏറെ വർദ്ധിപ്പിക്കേണ്ട ആവശ്യകത ഇനിയുമുണ്ട്. ഗ്രാമപഞ്ചായത്തും അതേപോലെ ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ തന്നെ ഇത്തരം മേഖലകൾക്ക് ഇന്ന് ഫണ്ട് നീക്കി വെക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നന്നായി ഉപയോഗപ്പെടുത്തേണ്ടത് നിങ്ങളെപ്പോലുള്ള ആളുകളാണ്. ഇത്തരം കാര്യങ്ങൾ പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ക്ഷീര കർഷകർക്ക് ഏറെ സഹായങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് അതിലുപരി നമ്മുടെ ഈ മൃഗപരിപാലന രംഗത്ത് ഏറെ മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. മടവൂർ ക്ഷീരസഹകരണ സംഘം പ്രസിഡന്റ് രാജൻ കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പി എൻ അമൂല്യ, ടി കെ അബൂബക്കർ മാസ്റ്റർ, ചോലക്കൽ മുഹമ്മദ് മാസ്റ്റർ, പി കെ സുലൈമാൻ മാസ്റ്റർ, പി കെ ഇ ചന്ദ്രൻ, കെ ഫവാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഉത്തമ മാതൃകയാവുകയാണ് നരിക്കുനി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അത്താണി. അക്ഷരനും ശാരീരികമായി തളർന്നവരുമായ രോഗികളെ താമസിപ്പിച്ച് പരിചരിക്കുകയാണിവിടെ. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഉത്തമ മാതൃകയാവുകയാണ് നരിക്കുനി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന അത്താണി. അശരണരും ശാരീരികമായി തളർന്നവരുമായ രോഗികളെ താമസിപ്പിച്ച് പരിചരിക്കുകയാണിവിടെ. ഡോക്ടറും നഴ്സും വളണ്ടിയർമാരും മരുന്നുമടങ്ങിയ ചികിത്സാ സൗകര്യങ്ങൾ, ഫിസിയോതെറാപ്പി യൂണിറ്റ്, ക്ലിനിക്കൽ ലബോറട്ടറി, വിനോദ വിശ്രമ സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരാശ്വാസ കേന്ദ്രം തന്നെയാണ് അത്താണി. 14ഓളം അന്തേവാസികളാണ് ഇവിടെ ഇപ്പോഴുള്ളത്. 8 വർഷത്തോളമായി ഇവിടെ തന്നെ കഴിയുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. നരിക്കുനി പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ആഭിമുഖ്യത്തിൽ 2004 ആരംഭിച്ചിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി 2013 മെയ് മാസത്തിൽ അത്താണി എന്ന ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചു. ആരോരും തിരിഞ്ഞു നോക്കാനില്ലാത്ത രോഗികളെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട എല്ലാ ചികിത്സകളും മറ്റ് സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. ഭക്ഷണം, വസ്ത്രം, മരുന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഏറ്റെടുക്കുന്ന രോഗികൾക്ക് നൽകിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ 7 പുരുഷന്മാരും 7 സ്ത്രീകളും ആണ് അന്തേവാസികളായി ഉള്ളത്. ഇതുവരെയായി 39ഓളം ആളുകളെ ഈ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയും ഇതിൽ ചില ആളുകൾ രോഗം ഭേദമായി ഇവിടുന്ന് പോവുകയും ചില ആളുകളൊക്കെ മരിച്ചു പോവുകയും ഒക്കെ ചെയ്ത് ബാക്കിയുള്ള ആളുകൾക്ക് നമ്മൾ ഈ സേവനങ്ങൾ ഇപ്പോഴും തുടർന്ന് നൽകുന്നു. പരിചരണം എന്ന് പറഞ്ഞാൽ രോഗികളുടെ ദിനചര്യകൾ സ്വയം ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് ആ ദിനചര്യകളൊക്കെ ചെയ്യാൻ സഹായിക്കുകയും അത് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ അവർക്ക് ഭക്ഷണം കൊടുക്കുക, കൃത്യത്തിന് മരുന്ന് കൊടുക്കുക, ഡോക്ടർ സേവനം ആവശ്യമായി വരുമ്പോൾ ഡോക്ടറെ എത്തിച്ച് ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുക തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവനാവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും ഇവിടെ വെച്ച് നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രദേശത്തെ ഒരു കൂട്ടം സുമനസ്സുകളുടെ നേതൃത്വത്തിലാണ് അത്താണി ആരംഭിച്ചത്. അബൂബക്കർ ചെയർമാനും VP അബ്ദുൽ ഖാദർ ജനറൽ സെക്രട്ടറിയുമായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അത്താണിക്കുള്ളത്. മാസം 1.5 ലക്ഷം രൂപയോളം വരുന്ന ചെലവ് സംഭാവനയായി കണ്ടെത്തുകയാണ്. ഭാവിയിൽ ഈ സ്ഥാപനം ഇവിടെ ആരംഭിച്ച് ഇപ്പോൾ ഇവിടെ ഒരു ഡെസ്റ്റിറ്റ്യൂട്ട് ഹോം ആരംഭിച്ച് അതിനോട് തുടർച്ചയായിട്ട് ഇവിടെ നഴ്സിംഗ് പരിശീലന കേന്ദ്രം, ഡയാലിസിസ് സെന്റർ, ഫിസിയോതെറാപ്പി സെന്റർ, അതുപോലെ ക്ലിനിക്ക് തുടങ്ങിയിട്ടുള്ള ഔട്ട് പേഷ്യൻറ്റിനെയൊക്കെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു കേന്ദ്രമായി വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 25 അംഗ കമ്മിറ്റി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ചെയർമാൻ എഞ്ചിനീയർ അബൂബക്കർ ആണ്, ജനറൽ സെക്രട്ടറി VP അബ്ദുൽ ഖാദർ മാസ്റ്റർ, ഇതിൻ്റെ ഖജാൻജി അഡ്വക്കേറ്റ് മുഹമ്മദ് ഇക്ബാൽ. അവരുടെ നേതൃത്വത്തിൽ 25ഓളം അംഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ടീം ഇതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ജീവകാരുണ്യ രംഗത്ത് ഇത്തരം സ്ഥാപനങ്ങൾ ഉയർന്നു വരേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അത്താണി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. 5 വർഷം കൊണ്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചു എന്ന് MK രാഘവൻ. UPA സർക്കാരിന്റെ അഴിമതിക്കെതിരെയുള്ള വികാരവും മോദി തരംഗവും BJPക്ക് അനുകൂലമാണെന്ന് CK പത്മനാഭൻ. അശാസ്ത്രീയമായ വൺവേ ട്രാഫിക് പരിഷ്കാരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച്. ഷൊർണൂർ കോഴിക്കോട് റെയിൽപാതയിലെ വൈദ്യുതീകരണ നടപടികൾ മെയ് മാസം അവസാനത്തോടെ പൂർത്തിയാകുമെന്ന് സദേൺ റെയിൽവേ ജനറൽ മാനേജർ രാകേഷ് മിശ്ര. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.